وَلَأُضِلَّنَّهُمْ وَلَأُمَنِّيَنَّهُمْ وَلَآمُرَنَّهُمْ فَلَيُبَتِّكُنَّ آذَانَ الْأَنْعَامِ وَلَآمُرَنَّهُمْ فَلَيُغَيِّرُنَّ خَلْقَ اللَّهِ وَمَنْ يَتَّخِذِ الشَّيْطَانَ وَلِيًّا مِّن دُونِ اللَّهِ فقد خسر خسرانا مبينا وَلَأُضِلَّنَّهُمْ തീർച്ചയായും ഞാൻ അവരെ വഴികെടുത്തുന്നതാണ്. വലഉമന്നിയന്നഹും ഞാൻ അവരിൽ ആർത്തി പകരുന്നതാണ്. വലആമുറന്നഹും ഞാൻ അവരോട് കൽപ്പിക്കുന്നതാണ്. ഫലയുബത്തികുന്ന ആദാനൽ അൻആം അങ്ങനെ അവർ നാൽക്കാലികളുടെ കാതുകളെ കീറുന്നതാണ്. വലആമുറന്നഹും നാം അവരോട് കൽപ്പിക്കുന്നതാണ്. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് അങ്ങനെ അവർ പടച്ചവന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുന്നതാണ്. വമൻ യത്തഖിദി ശൈത്താൻ ആരെങ്കിലും പിശാചിനെ സ്വീകരിച്ചാൽ വലിയ സുഹൃത്തായി സ്വീകരിച്ചാൽ മിൻ ദൂനില്ലാഹ് അല്ലാഹുവിനെ കൂടാതെ സുഹൃത്തായി സ്വീകരിച്ചാൽ ഫഖദ് ഖസിറ ഖുസ്റാനം മുബീന അവൻ വ്യക്തമായ നാശത്തിൽ അകപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിനോട് പങ്കുചേർക്കുന്ന ബഹുദൈവാരാധനയുമായി ബന്ധപ്പെടുന്ന പ്രവണതയുടെ ചാലകശക്തി പിശാചാണ്. ആ പിശാച് പല വഴികളിലൂടെയാണ് ബഹുദൈവാരാധനയെ പ്രേരിപ്പിക്കുന്നത്. അതിൽ രണ്ട് വഴികളെപ്പറ്റി പറഞ്ഞു. പടച്ചവനല്ലാത്തവർക്ക് പടച്ചവനെ പോലെ അറിവുണ്ട്, പടച്ചവനല്ലാത്തവർക്ക് പടച്ചവനെ പോലെ കഴിവുണ്ട് എന്ന് പിശാച് പഠിപ്പിക്കും. ഈ കാര്യം വിശദീകരിച്ചു കഴിഞ്ഞു. അടുത്ത ബഹുദൈവാരാധനയുടെ മാർഗത്തെപ്പറ്റിയാണ് ഈ ആയത്തിൽ പറയുന്നത്. വലഉദില്ലന്നഹും വലഉമന്നിയന്നഹും ഞാൻ അവരെ പല നിലയിൽ വഴികെടുത്തുന്നതാണ്. ഞാൻ അവർക്ക് പലതരം വ്യാമോഹങ്ങളും ആർത്തികളും മോഹങ്ങളും വിട്ടുകൊടുക്കുന്നതാണ്. വലആമുറന്നഹും ഞാൻ അവരോട് പലതരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൽപ്പിക്കുന്നതാണ്. ഫലയുബത്തികുന്ന ആദാനൽ അൻആം അങ്ങനെ അവർ മൃഗങ്ങളുടെ കാതുകളെ കീറുന്നതാണ്. വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് അങ്ങനെ ഞാൻ അവരോട് കൽപ്പിക്കുകയും പടച്ചവന്റെ സൃഷ്ടിപ്പിനെ അവർ മാറ്റിമറിക്കുകയും ചെയ്യുന്നതാണ്. ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കും, മറുഭാഗത്ത് വികാര ആവേശങ്ങൾ ഇളക്കിവിടും. പിശാച് വഴികെടുത്തുന്ന രണ്ട് മാർഗങ്ങളാണ്.
അതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അശ്ശിർക്കു ഫിൽ ആദ, ഓരോരോ പുതിയ പുതിയ ആചാരങ്ങൾ, പടച്ചവൻ പഠിപ്പിച്ചിട്ടില്ലാത്ത, പ്രവാചകന്മാർ കാണിച്ചു തന്നിട്ടില്ലാത്ത, സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ പഠന ഗവേഷണങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ കാണിക്കുന്നതാണ്. ആരുടെയെങ്കിലും പേരിൽ കാതുകുത്തും, മൂക്കുകുത്തും, അതുപോലെ തന്നെ ആരുടെയെങ്കിലും പേരിൽ അല്ലെങ്കിൽ അവരുടെ ഖബറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തുണികളും മറ്റും കയ്യിൽ കെട്ടും, സ്കൂട്ടറിൽ കെട്ടും, കാറിന്റെ സ്റ്റിയറിംഗിൽ കെട്ടും, അല്ലെങ്കിൽ അതെടുത്ത് കഴുത്തിൽ കെട്ടും. അനിസ്ലാമിക ആചാരങ്ങളെ വളരെ ഭംഗിയായി അവതരിപ്പിക്കും. പാവത്തുങ്ങളായ സഹോദരങ്ങൾ ധാരാളം സമ്പത്ത്, സഹോദര സമുദായങ്ങൾ ധാരാളം സമ്പത്തും ആരോഗ്യവും ഓരോരോ പരിപാടികൾക്ക് ചെലവഴിക്കുന്നു. ഇത് കണ്ട് നമുക്കും ആഗ്രഹം, നമുക്കും അങ്ങനെയെല്ലാം കാണിക്കണ്ടേ. അവർ കാളയെ കെട്ടി എഴുന്നള്ളിക്കുന്നു, അത് മറിഞ്ഞു വീഴുന്നു, അതിനുവേണ്ടി കുറെ പൈസ മുടക്കുന്നു. ഇത് കണ്ട് നമുക്കും ആഗ്രഹം, നമുക്കും ഖബറിന്റെ രൂപം ഒന്ന് കെട്ടി എഴുന്നള്ളിക്കണം, അതിൽ കുറെ അഭ്യാസങ്ങളും ആഭാസങ്ങളും കാണിക്കണം. ഒരു പാതിരാത്രി പ്രഭാഷണമെല്ലാം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. ഈ സഹോദര സമുദായങ്ങളുടെ വലിയ ബഹളം പാതിരാത്രിയിൽ റോട്ടിൽ കൂടി നടക്കുന്നു. ഈ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന സഹോദരൻ വളരെ ലാഘവത്വത്തിൽ ചോദിക്കുകയാണ്, നമുക്കും ഇങ്ങനെയെല്ലാം വല്ലതും കാട്ടണ്ടേ? ഞങ്ങൾ എന്തിനാണ് ഈ പ്രസംഗിക്കുന്നത്? എന്തിനാണ് ഈ ലേഖനങ്ങളെല്ലാം എഴുതുന്നത്? മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ കാണിക്കലാണെങ്കിൽ പിന്നീട് ഈമാനിനും തൗഹീദിനും ഇസ്ലാമിനും എന്തർത്ഥമാണുള്ളത് സഹോദരങ്ങളെ? وَلَأُضِلَّنَّهُمْ وَلَآمُرَنَّهُمْ فَلَيُبَتِّكُنَّ آذَانَ الْأَنْعَامِ. ഏതെങ്കിലും വസ്തുക്കളെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇതെല്ലാം പുലർത്തൽ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന മാർഗമാണ്. ഏതെങ്കിലും മൃഗത്തിന് മഹാന്മാരുടെ പേര് നൽകി അതിനെ പ്രത്യേകമായി ആദരിക്കുക, മുഹറം മാസം പോലെയുള്ള മാസങ്ങളിൽ ശകുനങ്ങൾ വല്ലതും കാണുക, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം നക്ഷത്രങ്ങളുടെ ഫലത്താലാണ് എന്ന് വിശ്വസിക്കുക, നല്ലതും ചീത്തയുമായ ദിവസങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കുക. നന്മയുണ്ടോ സഹോദരങ്ങളെ? നമ്മുടെ ദിവസങ്ങളെല്ലാം നന്മയാണ്. നമുക്ക് നന്മയില്ലയോ? നമ്മളുടെ സമയങ്ങളെല്ലാം തിന്മയാണ്. രഹസ്യകാര്യങ്ങൾ ജ്യോത്സ്യന്മാരോടും മറ്റും ചോദിക്കുക, ഏതെങ്കിലും മാസത്തെ ശകുനമായി കാണുക, ഏതെങ്കിലും മഹാന്മാരുടെ പേര് അത് ദിക്ർ പോലെ ചൊല്ലിക്കൊണ്ടിരിക്കുക. യാ ഷെയ്ഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഇത് ദിക്ർ പോലെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ആ മഹാൻ ജീവിതകാലം മുഴുവനും അള്ളാഹുവിനെ പഠിപ്പിച്ചു, അള്ളാഹുവിനെ വിളിച്ചു, അള്ളാഹുവിനെ വിളിക്കാൻ പറഞ്ഞു. എന്തൊരു ക്രൂരതയാണ്! ആ മഹാന്റെ പേര് ദിക്ർ പോലെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നയാൾ വിചാരിച്ചാൽ കാര്യം നടക്കുമെന്ന് പറയുക, ആരുടെയെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക. പിന്നെ ഇന്നത്തെ വലിയ പ്രശ്നം ഫോട്ടോകൾ വെച്ച് ആദരിക്കുകയും ആ ആദരവ് ആരാധനയിലേക്ക് നീങ്ങുകയും ചെയ്യുക. പ്രത്യേകിച്ചും മഹാന്മാരുടെ പേരുകൾ അതിനെ ബർക്കത്തിന് വേണ്ടി വെക്കുന്നു എന്ന് പറഞ്ഞ് പേഴ്സിന്റെ ഉള്ളിൽ
അതുപോലെ ചിലർ പോക്കറ്റിന്റെ ഉള്ളിൽ മഹാന്മാരുടെ രൂപങ്ങൾ വെക്കുക, അതിനെല്ലാം ആദരിക്കുക. ഇതെല്ലാം അശ്ശിർക്കു ഫിൽ ആദയാണ്. പതിവിലൂടെ ശൈത്താൻ ശിർക്കിലോട്ട് കൊണ്ടുപോകുന്ന മാർഗങ്ങളാണ്. സഹോദരങ്ങളെ, സൂക്ഷിക്കണം. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ശൈത്താൻ അപകടകരമായ കാര്യങ്ങളെ അപകടരഹിതമായി കാണിച്ച്, രസകരമായി കാണിച്ച്, പ്രയോജനമുള്ള കാര്യങ്ങളായി കാണിച്ച് അപകടത്തിലേക്ക് കൊണ്ടുപോകും. വലഉദില്ലന്നഹും വലഉമന്നിയന്നഹും വലആമുറന്നഹും ഫലയുബത്തികുന്ന ആദാനൽ അൻആം വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്. മൗലാന ഖാലിദ് സൈഫുല്ലാ റഹ്മാനി പറയുന്നു, പിശാചിന്റെ വഴികേട് പ്രധാനമായും 2 വഴികളിലൂടെയാണ് വരുന്നത്. ഒന്ന്, വിശ്വാസത്തെയും ആദർശത്തെയും കളങ്കപ്പെടുത്തുക, തെറ്റിലേക്ക് നയിക്കുക. 2, വികാര ഇച്ഛകളെ പിൻപറ്റാൻ പ്രേരിപ്പിക്കുക. വലഉമന്നിയന്നഹും, അവന് നാം വലഉദില്ലന്നഹും, ഞാൻ അവരെ വഴികെടുത്തും എന്നതുകൊണ്ടുള്ള ഉദ്ദേശം വിശ്വാസപരമായ വഴികെടുത്തും. ഓരോ വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച് പടച്ചവനെ പോലെ അറിവുണ്ട്, പടച്ചവനെ പോലെ കഴിവുണ്ട് എന്ന് പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കും. വലഉദില്ലന്നഹും വലഉമന്നിയന്നഹും, വ്യാമോഹങ്ങൾ ഇട്ടുകൊടുക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്യും. നിങ്ങളുടെ സ്കൂട്ടറിന്റെ പാഡിൽ നിങ്ങൾ ഒരു തുണി കെട്ടിവെക്കൻ, ആ തുണി നിങ്ങളെ രക്ഷിക്കും, ആ തുണിയുമായി ബന്ധപ്പെട്ട മഹാൻ രക്ഷിക്കും. വ്യാമോഹങ്ങൾ ഇട്ടുകൊടുക്കും. വലഉമന്നിയന്നഹും വലആമുറന്നഹും ഫലയുബത്തികുന്ന ആദാനൽ അൻആം, എന്നിട്ടവർ പാവപ്പെട്ട മൃഗങ്ങളുടെ ചെവികളെല്ലാം കീറും, പൂടകൾ പറിക്കും, ദ്രോഹിക്കും. മതത്തിന്റെ പേര് പറഞ്ഞ് മൃഗങ്ങളെ ദ്രോഹിക്കും. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പേരിൽ ഓരോ വികൃതിത്തരങ്ങൾ കാണിക്കും. വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അതുപോലെ തന്നെ പടച്ചവന്റെ കോലത്തെ നാം ഞാൻ മാറ്റിമറിക്കും. നിങ്ങൾക്ക് ദേഷ്യം വരുമെങ്കിലും പറയുകയാണ്, താടി വടിക്കുന്നത് പിശാചിന്റെ പ്രേരണ പ്രകാരമാണ് എന്ന് ഉലമാക്കൾ ഇതിന് വിശദീകരണമായി കൊടുക്കുന്നു. അതുപോലെ ഇന്ന് കൈകളിലെല്ലാം ശരീരത്തെല്ലാം പ്രത്യേക ചിത്രങ്ങൾ പതിക്കുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂക്ഷിക്കണം, പിശാചിന്റെ മാർഗങ്ങളാണ്. അള്ളാഹു പടച്ചിരിക്കുന്ന പ്രകൃതിപരമായ മാർഗത്തെ മാറ്റിമറിക്കുന്നതാണ്. ഇതിന്റെ കുഴപ്പമെന്താണ്? وَمَن يَتَّخِذِ الشَّيْطَانَ وَلِيًّا مِّن دُونِ اللَّهِ, അല്ലാഹുവിനെ കൂടാതെ പടച്ചവൻ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച സരളവും സമ്പൂർണവും സുന്ദരവുമായ മാർഗത്തെ കൂടാതെ പിശാചിനെ ആരെങ്കിലും സുഹൃത്തായി സ്വീകരിച്ചു, അവന്റെ തോന്നിവാസങ്ങൾ, അവന്റെ വിക്രിയകൾ, അവന്റെ വികൃതികൾ, അവന്റെ ദുർബോധനങ്ങളെ ആരെങ്കിലും പിൻപറ്റിയാൽ ഫഖദ് ഖസിറ ഖുസ്റാനം മുബീന, അവൻ വലിയ നഷ്ടത്തിൽ അകപ്പെട്ടിരിക്കുന്നു, ഭയങ്കര പാളിച്ചയിൽ വീണിരിക്കുന്നു, വലിയ തകർച്ചയിൽ പെട്ടിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.